കണ്ണൂരിൽ നിന്ന് എനിക്കൊരു കോള്, ആദ്യമായിട്ട് കോള് വിളിക്കുന്നതാണേ. ഹലോ, ഗോപാൽജി അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ആദ്യമായിട്ട് കോൾ ചെയ്യുന്ന ആളാണ്. ഇല്ലല്ലോ, ആരായിരുന്നു? ഗോപാൽജീൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെ നല്ല വീഡിയോസാണ്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ്. അതുപോലെ തന്നെ ഗോപാൽജീൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ ഒരുപാട് സിനിമാക്കാരുടെ ഓഡീഷൻ കാണുമ്പോൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഗോപാൽജീൻ്റെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് കോളിൽ. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗോപാൽജിൻ്റെ ഫിഗറൊക്കെ ഓക്കെയാണ്, ബാക്കി എല്ലാം ഓക്കെയാണ്, പക്ഷേ ഗോപാൽജീൻ്റെ സൗണ്ട് സിനിമയ്ക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കോളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിളിച്ച ആളുടെ ഇത് ID ഞാൻ നോക്കി, ഫേസ്ബുക്ക് ID ഞാൻ നോക്കി പിന്നീട്. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ആൾ. അപ്പോൾ ഈ ആൾ ഇത്രയും എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഇയാൾ ചെയ്യുന്ന ഒരു വർക്കിലും എന്നെ വിളിക്കാറില്ല. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോയിലൂടെ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഞങ്ങളെ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഗോപാൽജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കോളിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊരു സ്നേഹം എന്നോടല്ലേ, ഭയങ്കര സ്നേഹമാണ്. ഇവർ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് സിനിമാക്കാർക്ക് അയച്ചു കൊടുക്കുക, വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. ഇവർ ചെയ്യുന്ന ഒന്നിലും എന്നെ വിളിക്കുന്നില്ല. എന്താ സ്നേഹമല്ലേ? ഇങ്ങനെയുള്ള സ്നേഹമുള്ള ആൾക്കാരുണ്ടായാൽ പിന്നെ ഞാൻ എന്തിന് വിഷമിക്കുന്നു? എന്തായാലും വല്ലാത്തൊരു ഇവരുടെ ആഗ്രഹമാണ് നോക്കേണ്ടത്. എന്നെ സിനിമയിൽ എത്തിക്കുന്നതല്ല ഇവരുടെ ആഗ്രഹം, ഇവരെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്തായാലും തൽക്കാലം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നോട് അത്രയും വലിയ സ്നേഹമുള്ള ആണെങ്കിൽ നിങ്ങളുടെ വർക്കിൽ, അത് എത്ര ചെറിയ വർക്കാണെങ്കിലും നിങ്ങളുടെ വർക്കിൽ എന്നെ പിന്നെ കൊണ്ടുപോവുക, എന്നെയും കൂടി കൂട്ടുക, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള കോളുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കോള് വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ കോള് വിളിച്ചാളുടെ യഥാർത്ഥ പേര് ഞാൻ പറയുന്നില്ല, തൽക്കാലം ഒരു പേര് പറയാം, സുമേഷ് എന്ന്. സുമേഷേ, ഒന്നോർക്കുക, ഞാൻ മരിക്കുന്നതിന് മുന്നേ ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ച് ഒരു ക്യാരക്ടർ റോളെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് സിനിമയിലൂടെയും കാണാം അല്ലേ?